കഥയിൽ നമ്മുടെ നായിക തീർത്തും അൺലക്കി ആയിട്ടുള്ള ഒരു ഗേളാണ്. അതായത് പോസിറ്റീവായിട്ട് ഒന്നും നടക്കില്ല, തൊടുന്ന എല്ലാം നെഗറ്റീവായിട്ട് മാത്രമേ എല്ലാം വരുള്ളൂ. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു വരുവാണ്. ഇപ്പോൾ വളർന്ന് വലുതായി, ഇപ്പോഴും ഇത് തന്നെ അവസ്ഥ. നല്ലൊരു ജോലി തേടുന്നു, പക്ഷെ നല്ലൊരു ജോലി കിട്ടുന്നില്ല. അവിടെ ഇതുപോലെ തന്നെ എല്ലാം നെഗറ്റീവായിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു അമാനുഷിക ശക്തി അത് നമ്മുടെ നായികയുടെ അടുത്തെത്തുന്നത്. അതും ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട്. നായികയ്ക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം. അത് വന്ന ഉടനെ പിന്നെ ഇതുവരെ എന്തായിരുന്നോ നമ്മുടെ കഥാനായികയുടെ ലൈഫ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആകുന്നു. തൊടുന്ന എല്ലാം പൊന്നെ എന്ന് പറയുന്ന പോലെ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കുന്നു. ജോലി കിട്ടുന്നു, മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം നായിക വിചാരിക്കുന്ന പോലെ എല്ലാം അതേപടി തന്നെ നടക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതിനെയൊക്കെ ബാധിക്കുന്ന വലുതൊന്ന് വരാനുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നായികയ്ക്ക് അറിയത്തില്ല. ഇത് വന്ന ശേഷം നായിക ഇതിനെ തരണം ചെയ്തോ, എന്താണ് സംഭവങ്ങൾ എന്ന് നായികയ്ക്ക് മനസ്സിലായ ശേഷം ഇതിനെ തരണം ചെയ്തോ, എന്താണ് പിന്നെ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സിനിമ മൊത്തത്തിൽ എന്ത് അനുഭവമാണ് എനിക്ക് തന്നതെന്നുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീഫ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമകളൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് പരിഗണിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം, മൂവി ഫെറവണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024, അതായത് നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു തമിഴ് ഹൊറർ ത്രില്ലർ ചിത്രം ഗാർഡിയൻ, ആ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത്. ഹൻസിക മദ്വാനിയാണ് പ്രധാന വേഷത്തിൽ സിനിമയിൽ വരുന്നത്. അപ്പോൾ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ, നിലവിൽ വേറെ അധികം സിനിമകളൊന്നും ഇപ്പം നിലവിൽ തിയേറ്ററുകളിൽ ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ചിത്രത്തിന് കയറി ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് തന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പണ്ട് മലയാളത്തിൽ ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, മലയാളത്തിൽ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, പിള്ളേർക്ക് വേണ്ടിയുള്ള സീരിയൽ. ഞാനൊക്കെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊരു സീരിയലാണത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയലായിരുന്നു അത്. പക്ഷെ ഇന്ന് അങ്ങനത്തെ അധികം സീരിയലുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അതായത് പിള്ളേരുടെ വരെ റേഞ്ച് മാറി, അവർ വരെ അതിന് മുകളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കെ അതിനും പഴക്കമുള്ള ഒരു പഴങ്കഥ, അല്ലെങ്കിൽ പണ്ട് മുതലേ കേട്ടുവരുന്ന രീതിയിലുള്ള മുത്തശ്ശി കഥകൾ, അത് ഒത്തിരി സിനിമയിൽ, പിന്നീടുള്ള സിനിമകളിൽ ഒത്തിരി വന്ന കഥകൾ, അതിന് വലിയ മാറ്റമൊന്നും ഇല്ലാതെ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് മുന്നിൽ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് അത്രത്തോളം ഒരു രസമുള്ളതായിട്ട് തോന്നില്ല. ഈ സിനിമയുടെയും പ്രധാന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ആ ബേസിക് സ്റ്റോറി തന്നെയാണ്, അല്ലെങ്കിൽ ആ സ്റ്റോറി ലൈൻ തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴക്കമുള്ള ഒരു പഴയ കഥ, അതിന് വലിയ മാറ്റമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റി വെച്ച ആ ഒരു റിവെഞ്ച് സ്റ്റോറി, ആ ഒരു റിവെഞ്ച് സെറ്റപ്പ്, അത് അങ്ങനെ തന്നെ കൊണ്ടുവരുന്നു ഈ സിനിമയ്ക്കുള്ളിൽ. അതാണൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ 1-2 കാര്യങ്ങളൊന്നും നോക്കിയ ശേഷം ഞാൻ മറ്റു കാര്യങ്ങൾ കൂടി പറയാം. സാം സിഎഫ് ആണ് ചിത്രത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നീറ്റായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. പാട്ടുകളായാലും ഒരു കേൾക്കാനൊക്കെ ഒരു രസമുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് എന്ന് തോന്നി. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസിലോട്ട് വരുമ്പോൾ പ്രദീപ്, കുറച്ച് റോളുകളേ ഉള്ളൂ അദ്ദേഹത്തിന്. നായകൻ വേഷത്തിലെത്തുന്ന ആളാണ് അദ്ദേഹം. അതും അദ്ദേഹം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം പകുതിയിലോട്ട് വരുമ്പോൾ കുറച്ച് വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ റോളുകളും മോശമല്ല എന്ന് പറയത്തക്ക രീതിയിൽ നീറ്റായിട്ട് തന്നെ അവരും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇനി നമ്മുടെ പ്രധാന കഥാപാത്രം ഹൻസിക ചെയ്ത റോളുകൾ, അത് നോർമൽ സിനിമയിൽ ഹൻസിക എന്താണോ ചെയ്യുന്നത് അതേപോലെയൊക്കെ തന്നെ. ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്ന് പറയുന്ന പോലെയുള്ള ചില സീനുകൾ, അതിന് വേണ്ടി ചില സീനുകൾ. പിന്നെ ഹൊറർ എലമെന്റിലോട്ട് വരുമ്പോൾ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും വലിയ മോശം എന്ന് തോന്നിയില്ല, കുഴപ്പമില്ല. പക്ഷേ ഹൊറർ എലമെന്റ് തീർത്തും എടുക്കുമ്പോൾ അതിൽ ഹൊറർ തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു ചിന്തയും എനിക്ക് വന്നു ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഈ ബീട്രൂട്ടിന്റെ നടുഭാഗം ചെത്തി വെച്ചേക്കുന്ന ഒരു രീതിയും തോന്നി ചില സീനുകളിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് പെർഫോമൻസ് വൈസ് ഒക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പറയാനാണെങ്കിൽ കോമഡി, അതിൽ കുറേ കോമഡി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ് ടു ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. സിനിമയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലാണ് കോമഡികൾ അതിനകത്ത് വരുന്നത്. അത് പ്രത്യേകിച്ച് എനിക്കൊരു കോമഡി ആയിട്ട് അത് വർക്കൗട്ട് ആയിട്ടില്ല, വേറെ ഒന്നും പറയാനില്ല. കോമഡി കൊണ്ടുവന്നേക്കുന്ന ആ ഒരു രീതിയിൽ എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്റ്റോറി ലൈനാണ്. അതിൻ്റെ ഓരോ സീൻ കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഓരോ സീനും നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. നെക്സ്റ്റ് എന്താണ്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഓക്കെ അങ്ങോട്ട് തന്നെ സിനിമ, അടുത്തതാ ഇതിനി ഇങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, ഓക്കെ അങ്ങനെ തന്നെ സിനിമ. ആ രീതിയിൽ അപ് ടു എൻ്റെ സിനിമ പ്രെഡിക്റ്റബിൾ ആണെന്ന് മാത്രമല്ല, നമുക്കറിയാം മൊത്തത്തിൽ ഇനി ഇതാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് സിനിമയിൽ ഉള്ളത് എന്ന് നമുക്ക് അറിയാവുന്ന ആ ഒരു കാര്യത്തിലോട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അത് പ്രത്യേകിച്ചൊരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരും എന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് അങ്ങനെ കിട്ടിയില്ല.
എന്നെ സംബന്ധിച്ച് ഒരു തൃപ്തി തന്നു സിനിമ എന്ന് എനിക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു തൃപ്തി കിട്ടിയില്ല സിനിമയിൽ നിന്നും. കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കണ്ടവര് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം പറയുക. സിനിമ നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, എങ്ങനെ വേണേൽ കാണാം. കുട്ടികളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്, നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. എന്തായാലും ഇതുപോലെ റിലീഫിംഗ് സിനിമയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ചെറിയ സിനിമയിൽ നല്ല സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.